ഇന്ത്യൻ സിനിമയെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു സിനിമയുണ്ട്, ഒരു പ്രതിഭാസം. പക്ഷേ ആ സിനിമയ്ക്ക് പിന്നിൽ, ആ ഇതിഹാസത്തിനു പിന്നിൽ ഒരാളുണ്ട്. അയാളുടെ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. 2022 ഓർമ്മയുണ്ടോ ആ വർഷം? അപ്പോൾ ഒരു സിനിമ വന്നു. വെറുമൊരു കന്നഡ സിനിമയായിട്ടല്ല, അതങ്ങ് ഭാഷയുടെയും നാടിന്റെയും ഒക്കെ അതിരുകൾ കടന്ന് ഒരു തരംഗം പോലെയായി. രാജ്യം മുഴുവൻ അതൊരു ചർച്ചാ വിഷയമായി. അതെ, നമ്മൾ സംസാരിക്കുന്നത് കാന്താരയെക്കുറിച്ച് തന്നെയാണ്. അതിന്റെ വിജയം എത്ര വലുതായിരുന്നു എന്നറിയാമോ? എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ കന്നഡ സിനിമ. ആ ഒരൊറ്റ കണക്ക് മതിയല്ലേ ആ സിനിമയുണ്ടാക്കിയ ഇമ്പാക്റ്റ് എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈ സിനിമ എഴുതി, സംവിധാനം ചെയ്ത്, അതിൽ ജീവിച്ചു കാണിച്ച ആ മനുഷ്യൻ ആരാണയാൾ? ആ വിജയത്തിനു പിന്നിലെ യാത്ര, അതാണ് നമ്മൾ ഈ ഒരു വിവരണത്തിൽ നോക്കാൻ പോകുന്നത്. ഓക്കേ, അപ്പൊ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. ഈ സിനിമയുടെ വെള്ളിവെളിച്ചത്തിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ, വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിലേക്ക്. നമ്മളെല്ലാം ഇന്ന് ഋഷഭ് ഷെട്ടി എന്ന് വിളിക്കുന്ന, ആഘോഷിക്കുന്ന ഈ മനുഷ്യന്റെ യഥാർത്ഥ പേരെന്താണെന്നറിയാമോ? പ്രശാന്ത് ഷെട്ടി. കർണാടകയിലെ കുന്ദാപുരയിലുള്ള കെരാടി എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പഠിത്തമൊക്കെ കഴിഞ്ഞു, പക്ഷെ സിനിമ എന്ന സ്വപ്നത്തിലേക്കുള്ള വഴി ഒട്ടും എളുപ്പമായിരുന്നില്ല. ആ സമയത്ത് ജീവിക്കാൻ വേണ്ടി പലതരം ജോലികൾ ചെയ്തു. വെള്ളം ക്യാൻ വിൽക്കുന്ന പണി മുതൽ റിയൽ എസ്റ്റേറ്റ്, ഹോട്ടൽ ജോലി, അങ്ങനെ പലതും. പക്ഷെ മനസ്സ് നിറയെ സിനിമയായിരുന്നു. സിനിമയിൽ വന്നപ്പോഴും തുടക്കം അത്ര ഗംഭീരമൊന്നും ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും താഴെത്തട്ടിൽ നിന്നാണ് തുടങ്ങിയത്. ഒരു ക്ലാബ് ബോയ്, പിന്നെ സ്പോട്ട് ബോയ്, അസിസ്റ്റന്റ് ഡയറക്ടർ, അവസാനം ചെറിയ ചെറിയ റോളുകൾ ചെയ്യുന്ന ഒരു നടൻ. ഓരോ സ്റ്റെപ്പിലും അദ്ദേഹം സിനിമ പഠിക്കുകയായിരുന്നു. ഓരോന്നും വിലപ്പെട്ട അനുഭവങ്ങളായി മാറി. അങ്ങനെയിരിക്കെയാണ് അദ്ദേഹത്തിന്റെ കരിയറിലൊരു വലിയ വഴിതിരിവ് വരുന്നത്. ഒരു സംവിധായകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ വളർച്ച. അദ്ദേഹത്തിന്റെ ഡയറക്ടോറിയൽ ജേണി നോക്കിയാൽ നമുക്ക് കാണാം. 2016 റിക്കി എന്ന സിനിമയിലൂടെയാണ് തുടക്കം. അതേ വർഷം തന്നെ വന്ന കിരിക്ക് പാർട്ടി ഒരു ബ്ലോക്ക് ബസ്റ്ററായി. അതൊരു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു. പക്ഷെ ശരിക്കും ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിനൊരു ദേശീയ ശ്രദ്ധ കിട്ടുന്നത് 2018 സർക്കാരി ഹി പ്രാതശാല എന്ന സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയതോടെയാണ്. അതൊരു ചെറിയ കാര്യമല്ലായിരുന്നു, അല്ലേ? മികച്ച കുട്ടികളുടെ സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ്. അതോടെ ഋഷഭ് ഷെട്ടി എന്ന സംവിധായകൻ വെറുമൊരു കമേഴ്ഷ്യൽ ഹിറ്റ്മേക്കർ മാത്രമല്ല, വളരെ കഴിവുള്ള ഒരു ഫിലിം മേക്കർ കൂടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോ സംവിധാനം ഒരു വശത്ത് നടക്കുന്നു, അതിന്റെ കൂടെ തന്നെ ക്യാമറയ്ക്ക് മുന്നിലും അദ്ദേഹം സജീവമായിരുന്നു. ഒരു നടൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ വളർച്ച ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഒരേ ആൾക്ക് തന്നെ എങ്ങനെയാണിങ്ങനെ രണ്ടിടത്തും ഒരുപോലെ തിളങ്ങാൻ പറ്റുന്നത്, അല്ലേ? നോക്കൂ, 2016 റിക്കിയിലൂടെ സംവിധായകനായി വന്നു. 2019 ബെൽ ബോട്ടം എന്ന സിനിമയിൽ നായകനായി. ഡയറക്ടറായി കിരിക്ക് പാർട്ടി എന്ന വലിയ ഹിറ്റ് കൊടുത്തപ്പോൾ ഗരുഡഗമന വൃഷഭവാഹനത്തിലെ അഭിനയത്തിന് നിരൂപക പ്രശംസ നേടി. സംവിധാനത്തിനും അഭിനയത്തിനും നാഷണൽ അവാർഡ്. ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനുള്ള കഴിവ് അത് അപൂർവമാണ്. അപ്പോ ഈ അനുഭവങ്ങളെല്ലാം, ഈ യാത്ര, ഇതെല്ലാം ചേർന്നാണ് കാന്താര എന്ന സിനിമയുണ്ടാവുന്നത്. പക്ഷേ അതെങ്ങനെ സംഭവിച്ചു? അതിന്റെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ വേരുകളിലേക്ക്, അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തന്നെ പോകണം. എല്ലാത്തിന്റെയും തുടക്കം യക്ഷഗാനത്തിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ നാട്ടിലെ കർണാടകയുടെ തീരദേശ മേഖലയിലെ ഒരു തനതായ കലാരൂപം. ചെറുപ്പത്തിൽ അദ്ദേഹം യക്ഷഗാനം ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാന്താര സിനിമയിലെ നമ്മൾ കണ്ട ആ ഒരു തീ, ആ ഊർജം, ആ പ്രകടനം, അതെല്ലാം വരുന്നത് ഈയൊരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നാണ്. അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരങ്ങൾ ഓരോന്നായി വരാൻ തുടങ്ങി. 2017 കിരിക്ക് പാർട്ടിക്ക് മികച്ച സംവിധായകനുള്ള ഫിലിംഫെയർ, 2019 ആദ്യത്തെ നാഷണൽ അവാർഡ്, ഒടുവിൽ 2024 നമ്മളീ സംസാരിക്കുന്ന കാന്താരയിലെ അഭിനയത്തിന് രാജ്യത്തെ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം. ശരിക്കും ഒരു യാത്രയുടെ പൂർത്തീകരണം പോലെ. കാന്താരയുടെ വിജയം വെറുമൊരു ഹിറ്റായിരുന്നില്ല, അത് അദ്ദേഹത്തിന്റെ കരിയറിനെ തന്നെ മാറ്റിമറിച്ച ഒന്നായിരുന്നു. അതുവരെയുണ്ടായിരുന്ന എല്ലാ വിജയങ്ങളെക്കാളും എത്രയോ മുകളിലായിരുന്നു അതിന്റെ സ്ഥാനം. ഒരു നാട്ടിലെ വിശ്വാസങ്ങളും കഥകളും ലോകം മുഴുവൻ എങ്ങനെ ഏറ്റെടുക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി കാന്താര മാറി. അപ്പോ കാന്താരയുടെ വിജയം ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല. അതിനു പിന്നിൽ ഒരു സംവിധായകന്റെ കൃത്യമായ വിഷനുണ്ട്, ഒരു നടന്റെ 100% സമർപ്പണമുണ്ട്. അതിനെല്ലാം ഉപരി ഒരു ക്ലാബ് ബോയായി തുടങ്ങി പതിറ്റാണ്ടുകളായി സിനിമയുടെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച ഒരാളുടെ അനുഭവ സമ്പത്തുണ്ട്. ഒരു നാടിന്റെ മാത്രം കഥയെ ലോകത്തിന്റെ കഥയാക്കി മാറ്റിയ ഋഷഭ് ഷെട്ടി ഇനി അടുത്തതായി ഏത് ഇതിഹാസമായിരിക്കും നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരിക? ആ ചോദ്യം ബാക്കി വെച്ച് നമുക്ക് നിർത്താം. കാരണം ലോകം മുഴുവൻ ഇപ്പോൾ അതിനായി കാത്തിരിക്കുകയാണ്.